കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ക്രൈസ്തവർ വൈകാരികമാക്കരുത്, വിവേകത്തോടെ നോക്കിക്കാണണമെന്ന് ശോഭാ സുരേന്ദ്രൻ. ബി.ജെ.പി. നിലപാടിൽ ആർ.എസ്.എസിന് അതൃപ്തി. ബി.ജെ.പിക്കും കേന്ദ്ര സർക്കാരിനും എതിരായ നിലപാടിലേക്ക് ക്രൈസ്തവ സഭ. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ നിയമപരമായി മാത്രമേ ഇടപെടാനാകൂവെന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. ഹൈക്കോടതി നിർദ്ദേശമുള്ളതുകൊണ്ടാണ് ജാമ്യാപേക്ഷ എൻ.ഐ.എ. കോടതിക്ക് പരിഗണിക്കേണ്ടി വരുന്നത്. പക്ഷേ നിയമവശം നോക്കിയല്ല സഭാ നേതൃത്വം വൈകാരികമായാണ് പ്രതികരിച്ചത്. ക്രൈസ്തവർ വിവേകത്തോടെ നോക്കിക്കാണണം. ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്ന കോൺഗ്രസ് നാറിയ രാഷ്ട്രീയമാണ് നടത്തുന്നതെന്നും കേന്ദ്രമന്ത്രിമാർക്ക് കോടതിയിൽ പോയി പറയാനാകില്ല എന്നും ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ കേരളത്തിലെ ബി.ജെ.പി. എടുത്ത നിലപാടിൽ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ് ആർ.എസ്.എസ്. ഛത്തീസ്ഗഡിലേക്ക് ബി.ജെ.പി. സംഘത്തെ അയച്ചതിലും അനുകൂല നിലപാട് സ്വീകരിച്ചതിലുമാണ് ആർ.എസ്.എസിന് അതൃപ്തി. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എതിർപ്പറിയിച്ച മുതിർന്ന ആർ.എസ്.എസ്. നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ബജ്രംഗ് ദൾ സ്വതന്ത്ര സംഘടനയാണെന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പരാമർശത്തിൽ സംഘപരിവാർ നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ക്രൈസ്തവ പ്രീണനം നടത്തുന്നുവെന്നാണ് ആർ.എസ്.എസിന്റെ പരാമർശം. പറക്കണ പക്ഷി മനോഹരമാണ്, അതിനെ പിടിക്കണം. നല്ല ലക്ഷ്യമാണ്, ശരി തന്നെ. പക്ഷേ കയ്യിലുള്ളത് പറക്കാതെ നോക്കണം എന്നായിരുന്നു ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല ടീച്ചറുടെ പ്രതികരണം. ഹിന്ദുക്കളെ മതം മാറ്റുന്ന പ്രവർത്തനങ്ങൾ ആരു നടത്തിയാലും എതിർക്കും. അന്വേഷണം പൂർത്തിയാക്കുന്നതിനു മുമ്പ് കുറ്റാരോപിതരെ നിരപരാധികളായി പ്രഖ്യാപിക്കാനുള്ള നീക്കം ഇരകളോടുള്ള അനീതിയാണെന്നും ഹിന്ദു ഐക്യവേദി പറയുന്നു. ആകാശത്ത് പറക്കുന്ന കുരുവിയെ കിട്ടുമെന്ന വ്യാമോഹത്തിൽ കക്ഷത്തിലിരിക്കുന്ന പ്രാവിനെ കളയണോ എന്നായിരുന്നു മുൻ DGP TP സെൻകുമാറിന്റെ പ്രതികരണം. ഇതിനിടെ ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ക്രിസ്ത്യൻ സഭകളുടെ സംയുക്ത പ്രതിഷേധത്തിൽ ഇതാണോ ആർഷഭാരത സംസ്കാരം എന്ന് ചോദിച്ചുകൊണ്ട് തുറന്നടിച്ച് മലങ്കര കത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമീസ് ബാവ രംഗത്തെത്തി. അറസ്റ്റിലായ സന്യാസിനിമാർ ദേശദ്രോഹികളല്ലെന്നും മതേതര രാഷ്ട്രീയത്തിലെ സഹോദരിമാരാണെന്നും കർദിനാൾ ക്ലീമീസ് ബാവ പറഞ്ഞു. സന്യാസിനിമാർ മതേതര ഭാരതത്തിന്റെ അഭിമാനമാണ്. ആർഷഭാരതത്തിന് അവിഭാജ്യ ഘടകമാണവർ. അവരുടെ സമർപ്പണം എക്കാലവും ഓർമ്മിക്കപ്പെടണം. സന്യാസിനിമാർ ആൾക്കൂട്ട വിചാരണ നേരിട്ടു. അവർക്ക് ജാമ്യം നിഷേധിച്ചപ്പോൾ ഒരു കൂട്ടം ആളുകളുടെ ആഘോഷം കണ്ടു. ഇതാണോ ആർഷഭാരത സംസ്കാരമെന്നായിരുന്നു ക്ലീമീസ് ബാബ ചോദിച്ചത്. ഇതെന്ത് നീതിയാണെന്നും ഇതെന്ത് ന്യായമാണെന്നും ക്ലീമീസ് ബാബ തുറന്നടിച്ചു. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം കത്തോലിക്ക ഫോറത്തിന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് കറുത്ത തുണി കൊണ്ട് വായ മൂടിക്കെട്ടി പ്രതിഷേധ മാർച്ച് നടത്തി. പാളയത്തു നിന്നും ആരംഭിച്ച മാർച്ചിന് ബിഷപ്പ് കർദിനാൾ ബെസേലിയോസ് ക്ലീമീസ് ബാബ അടക്കമുള്ള സഭാ നേതാക്കൾ നേതൃത്വം നൽകി. വിഷയം രാജ്യം ഒന്നാകെ ഗൗരവമായി കാണണമെന്ന് സഭാ നേതാക്കൾ ആവശ്യപ്പെട്ടു. ബി.ജെ.പിയുമായി സൗഹൃദ നിലപാടിലേക്ക് നീങ്ങിയ ക്രൈസ്തവ സഭ നിലപാട് തിരുത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കേന്ദ്ര സർക്കാരിനും ബി.ജെ.പി. നേതൃത്വത്തിനുമെതിരെ കടുത്ത നിലപാടിലേക്കാണ് സഭ നീങ്ങുന്നത്. സീറോ മലബാർ സഭയുടെ കീഴിൽ ചേർത്തല ആസ്ഥാനമായ അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസി സഭയിലെ സിസ്റ്റർമാരായ വന്ദന, പ്രീതി എന്നിവരാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ക്രൈസ്തവ സഭയ്ക്ക് കീഴിലെ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായി 3 പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാനായി ആഗ്രയിലെ ഫാത്തിമ ആശുപത്രി ജോലി ചെയ്യുന്ന ഇവർ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകളെ തടഞ്ഞുവെച്ചത്. തുടർന്ന് മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയതോടെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചില്ല. അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ അധികാരമില്ലെന്ന് ദുർഗ് സെഷൻസ് കോടതി വ്യക്തമാക്കി. തുടർന്ന് കേസ് ബിലാസ്പൂർ എൻ.ഐ.എ. കോടതിയിലേക്ക് മാറ്റി. വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനും കോടതി നിർദ്ദേശം നൽകി. കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുതെന്നാവശ്യപ്പെട്ട് രാവിലെ മുതൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ കോടതി പരിസരത്ത് പ്രതിഷേധവുമായി എത്തിയിരുന്നു. ജാമ്യാപേക്ഷ പരിഗണിക്കാതെ വന്നതോടെ കോടതിക്ക് പുറത്ത് ഇവർ ആഹ്ലാദ പ്രകടനവും നടത്തിയിരുന്നു.